والصلاة والسلام على من لا نبي بعد. صحيح الترغيب والترهيب كتاب الطهارة إلى فصل الترغيب في ركعتين بعد الوضوء. വുളൂവിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് പ്രോത്സാഹനം നൽകുന്ന ഹദീസുകൾ. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لبلال رسول الله صلى الله عليه وسلم ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ ബിലാൽ ഹദ്ദിസ്നി ബിഅർജ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. ബിലാലെ, നീ ഇസ്ലാമിലായിക്കൊണ്ട് പ്രവർത്തിച്ച കർമ്മം, അതിലേറ്റവും നീ പ്രതീക്ഷ വെക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്ന അമൽ ഏതാണെന്ന് എന്നെ അറിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ഞാൻ കേട്ടു, സ്വർഗത്തിൽ എൻ്റെ മുൻപിൽ നിന്റെ കാലടി കൊണ്ടുണ്ടാകുന്ന ശബ്ദം, നിന്റെ കാലടി വെക്കുമ്പോൾ നടക്കുന്ന ആ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അമിൽതു അമലൻ അർജാ ഇൻദി മിൻ അന്നി ലം അതതഹറു തുഹൂറൻ ഫി സഅത്തിൻ മിൻ ലൈലിൻ ഔ നഹാരിൻ ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂർ മാ കുതിബ ലി അൻ ഉസല്ലി. ബിലാൽ റളിയല്ലാഹു അൻഹു മറുപടി പറയാണ്, ഞാൻ ഏറ്റവും പ്രതിഫലം പ്രതീക്ഷിക്കുന്ന കർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴെല്ലാം വുദു എടുക്കുന്നുവോ, അത് രാത്രിയാകട്ടെ പകലിലാവട്ടെ, എപ്പോഴെല്ലാം വുദു എടുക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ആ വുദു കൊണ്ട് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കാറുണ്ട്, ആ വുദുവിന്റെ സുന്നത്തായിക്കൊണ്ട് അതിനോടൊപ്പം നിസ്കരിക്കാറുണ്ട് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു അറിയിച്ചു. ഇവിടെ വേറെയും ഹദീസുകളിൽ നമുക്ക് കാണാം, വുദു എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വേറൊരു നിസ്കാരമില്ലെങ്കിൽ കൂടി വുദുവിന്റെ ഒരു സുന്നത്തായിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഇവിടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലടിയുടെ ശബ്ദം സ്വർഗത്തിൽ കേട്ടു എന്നുണ്ടായപ്പോൾ അതിന് ഏറ്റവും പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ഒരു കർമ്മം എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഈ മറുപടി പറയുന്നത്. അടുത്ത ഹദീസ്, വൻ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അഹദിൻ യതവദ്ദഉ ഫയുഹ്സിനു الوضوء ويصلي ركعتين يقبل بقلبه ووجهه عليهما إلا وجبت له الجنة. ഒരാളുമില്ല, അവൻ വുളു എടുക്കുകയാണ്, ഫയുഹ്സിനുൽ വുളൂഅ, അവൻ ഏറ്റവും നല്ല രീതിയിൽ വുളു എടുക്കുന്നു, വയുസല്ലി റക്അതൈൻ, അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുന്നു, യുഖ്ബിൽ ബിഖൽബിഹി വവജ്ഹിഹി അലൈഹിമാ, അവന്റെ ഖൽബ് ശ്രദ്ധയോടുകൂടി അവൻ ഏറ്റവും നല്ല രീതിയിൽ ആണ് ആ നിസ്കാരം നിർവഹിക്കുന്നത്, ഇല്ലാ വജബത് ലഹുൽ ജന്ന, അങ്ങനെ അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമായി. വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതിന്റെ പ്രതിഫലമാണ്. وعن زيد بن خالد الجهني رضي الله عنه أن رسول الله صلى الله عليه وسلم قال من توضأ فأحسن الوضوء ثم صلى ركعتين لا يسهو فيهما. ആരെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ വുദു എടുക്കുകയും 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യാം, ആ 2 റക്അത്ത് നിസ്കാരത്തിൽ അശ്രദ്ധയോ അല്ലെങ്കിൽ അങ്ങനെ മറവിയോ ഒന്നും സംഭവിക്കാതെ, അഥവാ ശ്രദ്ധയോട് കൂടിയിട്ടാണ് നിസ്കരിക്കുന്നത്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നതാണ്. വുദുവിന്റെ തന്നെ ഫളലുകൾ നമ്മൾ ധാരാളം പറഞ്ഞു. ആ വുദുവിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താലുള്ള പ്രതിഫലങ്ങളും മഹത്വങ്ങളുമാണ് ഈ ഹദീസിലൂടെ പറയുന്നത്. മറ്റൊരു ഹദീസ്, വഅൻ ഹുംറാൻ മൗല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിട്ടുള്ള ഹുംറാൻ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അന്നഹു റഅ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദഅ ബിവുദൂഇൻ, അദ്ദേഹം ഒരിക്കൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വദൂഇനായിട്ട് അഥവാ വുദു ചെയ്യാൻ വെള്ളം ആവശ്യപ്പെടുന്നത് കണ്ടു. ഫഅഫറഗ അലാ യദൈഹി മിൻ ഇനാഇഹി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ വെള്ളത്തിന്റെ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തേക്ക് എടുത്തുകൊണ്ട് കൈ രണ്ടും പുറത്തുനിന്ന് കഴുകി. ഫഗസലഹുമാ സലാസ മററാത്ത്, 3 തവണ. ثم أدخل يمينه في الوضوء, പിന്നെ വലത് കൈ ആ വെള്ളത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ثم تمضمض واستنشق واستنثر, എന്നിട്ട് അതിന് വെള്ളം എടുത്ത് വായ കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുകയും ചീറ്റുകയും ചെയ്തു. ثم غسل وجهه ثلاثا, പിന്നെ അതിൽ നിന്ന് വെള്ളം എടുത്ത് 3 തവണ മുഖം കഴുകി. ويديه إلى المرفقين ثلاثا, കൈമുട്ട് ഉൾപ്പെടെ 3 തവണ കഴുകി. ثم مسح برأسه, തല തടവി ചെവിയോടൊപ്പം.
ثم غسل رجليه ثلاثا പിന്നെ രണ്ട് കാലുകളും മൂന്ന് തവണ കഴുകി ثم قال അങ്ങനെ വുളു എടുത്തു വുളുവിന്റെ രൂപമാണ് പറഞ്ഞത് അങ്ങനെ വുളു എടുത്തതിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവദ്ദഉ നഹ്വ വുദൂഇ ഹാദാ ഞാനിപ്പോ ഈ വുളു എടുത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ثم قال എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ തവദ്ദഅ നഹ്വ വുദൂഇ ഹാദാ ثم صلى ركعتين لا يحدث فيهما نفسه غفر له ما تقدم من ذنبه ആരെങ്കിലും ഈ ഞാൻ എടുത്ത വുളു പോലെ വുളു എടുക്കുകയും പിന്നെ രണ്ടരക്കായത്ത് നിസ്കരിക്കുകയും അതിൽ അശ്രദ്ധമായി കൊണ്ട് ചിന്തകളിലേക്കും മറ്റൊന്നിലേക്കും പോയിട്ടില്ല ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുകയും ചെയ്താൽ غفر له ما تقدم من ذنبه അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോൾ വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴെല്ലാം വുളു എടുക്കുന്നുവോ ആ വുളുവിന്റെ സുന്നത്തായിക്കൊണ്ട് ഒരു രണ്ടരക്കായത്ത് നിസ്കരിക്കുക എന്നുള്ളത്. മറ്റൊരു ഹദീസ് عن أبي الدرداء رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ തവദ്ദഅ ഫഅഹ്സന الوضوء ഒരാൾ വുളു എടുത്തു ഏറ്റവും നല്ല രീതിയിൽ ثم قام فصلى ركعتين أو أربعا എന്നിട്ട് അവൻ എഴുന്നേറ്റ് രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ 4 റക്അത്ത് റാവിക്ക് സംശയം വന്നാൽ യഹ്സിനു ഫീഹിന്ന الذكر അവൻ അതിലെ ദിക്റുകൾ ഏറ്റവും നല്ല രീതിയിൽ ചില റിവായത്തിൽ റുക്കൂ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു വൽ ഖുശൂഅോടുകൂടി അവൻ പൂർണ്ണമായ താഴ്മയോടുകൂടി ശ്രദ്ധയോടുകൂടി സുമ്മസ്തഗ്ഫറല്ലാഹ് ഗഫറ ലഹു പിന്നെ അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. ഈ ഹദീസുകളിലൊക്കെ മൊത്തത്തിലുള്ള ഉദ്ദേശം വുളു എടുത്തു കഴിഞ്ഞാൽ രണ്ടരക്കായത്ത് നിസ്കരിക്കുക എന്നുള്ളത് സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യമാണ്, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. നിസ്കാരം ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുകയാണെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ പകർത്താവുന്ന എളുപ്പത്തിൽ ചെയ്യാവുന്ന വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.